ഇനി നമ്മൾ കൈ ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ കൈയിൻ്റെ അടിഭാഗം നമ്മൾ ഒരു 1/2 ഇഞ്ച് വീതിയിൽ തയ്ച്ചെടുക്കുക ആദ്യം. അതുപോലെ തന്നെ മറ്റേ കൈയും അതുപോലെ തന്നെ തയ്ച്ചെടുക്കുക. അതിനുശേഷം അതിൻ്റെ അറ്റത്തും ഒരു സ്റ്റിച്ച് വേണമെങ്കിൽ കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ കൈക്കുഴി 2 റികാളിങ്ങനെ വെച്ച് നോക്കണം, എന്നിട്ടേ കൈ ഫിറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. എന്നിട്ട് എളുപ്പത്തിന് ബിഗിനേഴ്സിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പെർഫെക്ഷൻ കിട്ടാതെ വരുന്നവർക്ക്, സ്പീഡ് കിട്ടാതെ വരുന്നവർക്ക് എളുപ്പമാർഗ്ഗം എന്ത് ചെയ്യുക, കൈ സെൻറ്ററിൽ നിന്ന് പിടിപ്പിക്കുക. നടുഭാഗത്ത് നിന്ന്, ആ ഷോൾഡർ ഭാഗത്ത് നിന്ന് പിടിപ്പിക്കുക. അവിടെ ആ ഷോൾഡറിൻ്റെ ഭാഗം ആ കൈയിൻ്റെ സെൻറ്ററും കറക്റ്റാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, ആ ഷോൾഡറിൻ്റെ തുമ്പൊക്കെ ഉണ്ടല്ലോ അത് ഇങ്ങോട്ട് ബാക്ക് ഭാഗത്തേക്ക് തന്നെ നിൽക്കണം കേട്ടോ. ഓവർലോക്ക് ഇതൊക്കെ ബാക്ക് പാർട്ടിലേക്ക് തന്നെ നിൽക്കണം. അതൊക്കെ ശരിക്കും ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ ഒരു ഷോൾഡറിൻ്റെ തുമ്പ് ഇങ്ങോട്ട് വലിഞ്ഞ് നിൽക്കാൻ പാടില്ല, കുറച്ച് ലൂസായിട്ട് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ വലിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ഒരു പിടുത്തം വരും കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യുക, പതിയെ ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻറ്റും വീതിയിൽ, അതായത് ആ ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ, ആ ചവിട്ടിൻ്റെ ഒരു വീതിയിൽ പതിയെ തയ്ച്ചെടുക്കുക. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൈ താഴെയാണ് വെച്ചിട്ടുള്ളത്, ബോഡി മുകളിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെയാണ് തയ്ച്ചെടുക്കേണ്ടത്. ഈ ഷേപ്പ് ഭാഗം വരുമ്പോൾ ബോഡി കുറച്ചൊന്ന് വലിച്ചു കൊടുക്കണം കേട്ടോ, ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ആ ഷേപ്പ് ഭാഗം വരുമ്പോൾ മാത്രം, കൈ വലിക്കാൻ പാടില്ല കേട്ടോ. ഇനി അതിൻ്റെ ബാക്കി നമ്മൾ തയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അത് കാണുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു, മറിച്ച് വെച്ചു കാണാൻ പാകത്തിന്. എന്നിട്ട് ഇപ്പോൾ കണ്ടോ, കൈയാണ് മുകളിൽ. അപ്പോൾ ആ കൈയിനെ നമ്മൾ വലിക്കാൻ പാടില്ല, ബോഡിയെ മാത്രമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി കൊടുക്കേണ്ടത് കേട്ടോ. ആ ബോഡിയുടെ ആ കൈയിൻ്റെ റികാളിൻ്റെ ആ ഷേപ്പ്, ആ ഭാഗം വരുമ്പോൾ എന്ത് ചെയ്യുക, ബോഡി പതുക്കെ ഒന്ന് വലിച്ചു കൊടുക്കണം ചെറുതായിട്ട്. അതിന് കണക്കാക്കിയിട്ടാണ് ഈ കൈക്കുഴിയും കൈയൊക്കെ നമ്മൾ വെട്ടിയെടുക്കേണ്ടത്. ഇത് ഒരു രീതിയിൽ കൈ പിടിപ്പിക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ രീതിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ച് തയ്ക്കണം. ഇതാണ് കേട്ടോ രണ്ടാമത്തെ കൈ പിടിപ്പിക്കുന്ന രീതി. 2 തരത്തിൽ പിടിപ്പിക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ തയ്ച്ച് എക്സ്പീരിയൻസ് ആക്കി എടുക്കണം കേട്ടോ. ഇത് നമ്മൾ തുടക്കം മുതൽ തന്നെ തയ്ക്കുകയാണ്. എന്നിട്ട് ഈ സെൻറ്റർ ഭാഗം എത്തുമ്പോൾ ഇത് കറക്റ്റ് ആവണം. ആദ്യം ഇതൊക്കെ വെച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ഈ ഷോൾഡറിൻ്റെ തുമ്പൊക്കെ ഇങ്ങനെ പുറകു വശത്തേക്ക് തന്നെ ആക്കി, അവിടെ ഒന്നും പിടുത്തം വരാതെ ആ ഒരു പ്രഷർ ഫുട്ടിൻ്റെ വീതിയിൽ തന്നെ, ഒരു 1/4 ഇഞ്ചും ഒരു പോയിൻ്റ് വീതിയിൽ തന്നെ അതിൻ്റെ ഷേപ്പിൽ തന്നെ ഒരേപോലെ തയ്ച്ചെടുക്കുക. ഈ ബോഡിയുടെ റികാൾ ഭാഗം വരുമ്പോൾ അവിടെ മാത്രം, ബെൻഡിൽ മാത്രമാണ് കുറച്ച് ബോഡി ഭാഗം വലിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് അതേ ഷേപ്പിൽ ഒരേ വീതിയിൽ എന്നെ തയ്ച്ചെടുക്കാൻ ശ്രമിക്കുക. ഇതിൻ്റെ അവസാന ഭാഗം വരുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടണം. അതങ്ങനെ ഏറ്റിറക്കം വരാൻ പാടില്ല. എന്നിട്ട് നമ്മളിത് മറിച്ച് വെച്ച് നോക്കുക. അവിടെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്, ഷോൾഡർ കൈയിൻ്റെ ഭാഗമൊക്കെ ഓവർലോക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഇത് കണ്ട പുറകു വശത്തേക്ക് തന്നെ വരണം, ബാക്ക് ഭാഗത്തേക്ക്. എവിടെയാണോ ഓവർലോക്ക് ഭാഗം കാണുന്നത് നമ്മൾ അടിഭാഗത്ത്, ആ ഭാഗത്തേക്കാണ് ഓവർലോക്ക് ഭാഗം ചെയ്യേണ്ടത് കേട്ടോ. എന്നിട്ട് ഇത് മറിച്ച് വെച്ചിട്ട് ഇതുണ്ടോ, ഈ കൈ കൊണ്ടൊന്നിങ്ങനെ അമർത്തി കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിക്കും വൃത്തിയായിട്ട് നിൽക്കും കേട്ടോ. ഡബിൾ സ്റ്റിച്ച് കൊടുക്കണേ, ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കണം. ആ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നത് ഓപ്പോസിറ്റ് ഭാഗത്തുനിന്ന് കൊടുക്കുക.